നമസ്കാരം. ഗൾഫ് വാർത്തകൾ പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും മിഡീസ് അവറിലേക്ക് സ്വാഗതം. മുംബൈയിൽ ഇന്ത്യ UAE സാമ്പത്തിക ഫോറത്തിന് പരിസമാപ്തി. അബുദാബി കിരീടാവകാശിയുടെ സാന്നിധ്യത്തിലാണ് ഫോറം നടന്നത്. ഉഭയകക്ഷി വ്യാപാര രംഗത്തെ ഭാവി സാധ്യതകൾ ഫോറം വിലയിരുത്തി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ സാന്നിധ്യത്തിൽ മുംബൈയിൽ ചേർന്ന ഇന്ത്യ UAE സാമ്പത്തിക ഫോറം കയറ്റിറക്കുമതി രംഗത്തെ പുരോഗതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തി. സെപ കരാറിനപ്പുറം ഭാവി സാമ്പത്തിക താൽപര്യങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു ഫോറം. ആരോഗ്യം, ബയോടെക്നോളജി, സുസ്ഥിരത, AI ടെക്നോളജി, കാർഷിക സാങ്കേതികത എന്നീ വിഷയങ്ങൾ ഫോറത്തിൽ ചർച്ച ചെയ്തു. വ്യാപാര രംഗത്തെ സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനുള്ള നിരവധി നിർദ്ദേശങ്ങളും ഫോറത്തിൽ ഉയർന്നു. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ഫോറത്തിൽ സംബന്ധിച്ചു. UAE മാതൃകയിൽ മറ്റു ഗൾഫ് രാജ്യങ്ങളുമായി സമഗ്ര സാമ്പത്തിക കരാർ രൂപപ്പെടുത്താനുള്ള എല്ലാ നീക്കവും തുടരുമെന്ന് കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ വ്യക്തമാക്കി. ഊർജ്ജ മേഖലയിൽ സഹകരണം വ്യാപിപ്പിക്കാൻ ഇന്ത്യയും UAEയും കഴിഞ്ഞ ദിവസം 4 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് സഹകരണ കരാർ പിറന്നത്. ദീർഘകാലം ദ്രവീകൃത പ്രകൃതിവാതകം വിതരണം ചെയ്യാൻ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും തമ്മിലും അഡ്നോക്കും ഇന്ത്യ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡും തമ്മിലാണ് കരാറുകളിൽ ഒപ്പിട്ടത്. അബുദാബിയിലെ ബറക്ക ആണവോർജ്ജ നിലയത്തിന്റെ നടത്തിപ്പും മേൽനോട്ടവുമായി ബന്ധപ്പെട്ട് എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കമ്പനിയും ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും ഒപ്പുവെച്ച ധാരണാപത്രവും മികച്ച ചുവടുവെപ്പാണ്. മീഡിയ 1 ദുബൈ. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹ്യ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. റിയാദിലെ GCC ജനറൽ സെക്രട്ടേറിയറ്റ് ആസ്ഥാനത്ത് നടന്ന മന്ത്രിതല യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. കുവൈത്തും ഇന്ത്യയും തമ്മിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ, ഗസയിലെ സംഘർഷം ഉൾപ്പെടെയുള്ള പ്രാദേശിക അന്തർദേശീയ സംഭവവികാസങ്ങൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സൗദി സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിൽ വളർച്ച. ഈ വർഷം 2ാം പാദത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം 49% വർദ്ധിച്ചു. ഇതോടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ 2 ട്രില്യൺ റിയാലായി ഉയർന്നു. ഈ വർഷത്തെ 2ാം പാദ സാമ്പത്തിക റിപ്പോർട്ടിൽ റെക്കോർഡ് നേട്ടങ്ങൾക്കാണ് സൗദി സമ്പദ് വ്യവസ്ഥ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തിക നേട്ടം 2 ട്രില്യൺ റിയാലായി ഉയർന്നു. സ്വകാര്യ മേഖലയുടെ വളർച്ച ആഭ്യന്തര ഉൽപാദനത്തിൽ ഏറെ നേട്ടത്തിനിടയാക്കി. 49% സ്വകാര്യ മേഖലയുടെ GDP പങ്കാളിത്തം വർദ്ധിച്ചു. ഇതോടെ വാർഷികാടിസ്ഥാനത്തിലുള്ള രാജ്യത്തിന്റെ വളർച്ച 4.5% രേഖപ്പെടുത്തി. ഈ വർഷം 4.26 ട്രില്യൺ റിയാലും അടുത്ത വർഷം 4.49 ട്രില്യനും 2026-ൽ 4.77 ട്രില്യൺ റിയാലും GDP കൈവരിക്കാനാണ് സൗദി സർക്കാർ ലക്ഷ്യമിടുന്നത്. സൗദി വിഷൻ 2030ന്റെ ഭാഗമായുള്ള സർക്കാർ പരിപാടികളുടെ പിന്തുണയോടെ സ്വകാര്യ മേഖല തുടർച്ചയായി 14ാം തവണയാണ് വർധനവ് രേഖപ്പെടുത്തുന്നത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഒമാന്റെ ഏറ്റവും വലിയ വികസന പദ്ധതികളിൽ ഒന്നാണ് സുൽത്താൻ ഹൈതം സിറ്റി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിന് മുൻതൂക്കം നൽകാൻ സിറ്റിയിൽ നാഷണൽ വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് സെന്റർ തുടങ്ങാൻ ഒരുങ്ങുകയാണ് ഒമാൻ. ഇതിനായി 1.3 ദശലക്ഷം റിയാലിന്റെ കരാർ ഒപ്പുവെച്ചു. ഹൈതം സിറ്റിയിലെ നാഷണൽ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് സെന്ററിന് കഴിഞ്ഞ വർഷം മന്ത്രിമാരുടെ കൗൺസിൽ അംഗീകാരം നൽകിയിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകുന്ന ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് സെന്ററിന്റെ ലക്ഷ്യം. ഹെൽത്ത് മിനിസ്ട്രി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി HE സുലൈമാൻ ബിൻ നാസർ അൽ ഹാജിയും റെനാർഡൈറ്റ് SA-യുടെ മാനേജിംഗ് ഡയറക്ടർ ലോറൻസോ നിക്കോളോയുമാണ് 1.3 ദശലക്ഷം റിയാലിന്റെ കരാർ ഒപ്പുവെച്ചത്. ആരോഗ്യ കേന്ദ്രത്തിന്റെ മാസ്റ്റർ പ്ലാനും രൂപകൽപ്പനയും കൂടാതെ കൺസൾട്ടിംഗ് സേവനങ്ങൾ, പഠനങ്ങളും സർവേകളും കരാറിൽ ഉൾപ്പെടുന്നു. റഫറൻസ് ഹോസ്പിറ്റൽ, നാഷണൽ സെന്റർ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹെൽത്ത്, ഒമാൻ ഹെൽത്ത് കോളേജ്, ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ഉൾപ്പെടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഹൈതം സിറ്റിയിൽ 1 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണം നീക്കിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 31-നാണ് ബറഖ പാലസിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ ഹൈതം സിറ്റി പദ്ധതിക്ക് തുടക്കമിട്ടത്. 5 ദശലക്ഷം മീറ്ററിലാണ് സിറ്റി വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടം 2030ഓടെ പൂർത്തിയാകും. മീഡിയ 1, മസ്കത്ത്. ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് റിയാദിൽ തുടക്കമായി. ആദ്യ ദിനം 15-ലേറെ കരാറുകളാണ് വിവിധ മന്ത്രാലയങ്ങളുമായി ഒപ്പുവെച്ചത്. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 3000-ലേറെ പേരാണ് ആദ്യ ദിനം എത്തിയത്. 400 പേർ പരിപാടിയിലെ 150ഓളം സെഷനുകളിൽ സംസാരിക്കുന്നുണ്ട്. മീഡിയ 1 ഉച്ചകോടിയിൽ മാധ്യമ പങ്കാളിയാണ്.
റിയാദ് കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് AI ഉച്ചകോടി പുരോഗമിക്കുന്നത്. 100 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം AI വിദഗ്ധരും ശാസ്ത്രജ്ഞരും മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. മാനവികതയുടെ ഉന്നമനത്തിനായി AI പ്രയോജനപ്പെടുത്തുക എന്ന പ്രമേയത്തിലാണ് പരിപാടി. സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയാണ് സംഘാടകർ. We believe there is a chance where we can sit together and use AI in use cases that will serve humanity, not to impact the humanity negatively. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ നൂതനമായ സാങ്കേതിക വിദ്യകളും ഈ രംഗത്തെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒപ്പം സാധ്യതകളും തേടുന്ന AI സമ്മിറ്റിന് സൗദിയിലെ റിയാദിൽ തുടക്കമാവുകയാണ്. ഗെയിൻ എന്ന് പേരിട്ട ഈ ഉച്ചകോടി ഇന്ന് മുതൽ 3 ദിനമാണ് നീണ്ടു നിൽക്കുക. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ഏതാണ്ട് 400-ലേറെ പ്രഭാഷകരാണ് 150ഓളം സെഷനുകളിലായി പങ്കെടുക്കുക. സമ്മേളനത്തിന്റെ ആദ്യ ദിനം 15-ലേറെ കരാറുകളാണ് ഒപ്പിട്ടത്. AI രംഗത്തെ എത്തിക്സ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച തുടരുകയാണ്. ഗതാഗതം, നഗരരൂപകൽപ്പന, മാനസികാരോഗ്യം, റിസോഴ്സ് മാനേജ്മെന്റ് എന്നിവയിലെ AI ഉപയോഗവും ആദ്യ ദിനം ചർച്ചയായി. AI മേഖലയിൽ സൗദിയുടെ ചിലവഴിക്കലും തുടരുകയാണ്. So many countries nowadays are heavily investing in artificial intelligence, including both of our countries, Saudi Arabia and India. And I believe there are even other examples who are investing more and more. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളുടെ മേധാവിമാരും പരിപാടിയിലുണ്ട്. സൗദിയിലെ കമ്പനികളുടെ വളർച്ചയിൽ AI മുഖ്യ പങ്ക് വഹിക്കാൻ പോകുന്നതായി അൽവുസ്ത കമ്പനി CEO സാജൻ ലത്തീഫ് പറഞ്ഞു. AI ഞങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ വി ഹാവ് സം ആപ്സ് വിച്ച് ഇസ് സപ്പോർട്ടഡ് ടു AI. സോ ഞങ്ങൾ സൗദി ഗവൺമെൻറ്റായിട്ട് ഇപ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൗദി എയർലൈൻസുമായി അങ്ങനെ അറാംകോ അങ്ങനെ പല കമ്പനിയായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ സോഫ്റ്റ്വെയർ വന്നുകൊണ്ടിരിക്കുന്നത്. സോ മെയിൻലി ഞങ്ങൾ നോക്കുന്നത് പേപ്പർലെസ് വർക്കാണ് ഞങ്ങൾ മെയിൻ ചെയ്യുന്നത്. പരിപാടിയിൽ മീഡിയ വൺ മാധ്യമ പങ്കാളിയാണ്. നാളെയും മറ്റന്നാളും സെഷനുകൾ തുടരും. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, റിയാദ്. സൗദിയിലെ AI ഉച്ചകോടിയിൽ മാധ്യമ പങ്കാളിയാണ് മീഡിയ വൺ. സൗദി ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുടെ ക്ഷണപ്രകാരം മീഡിയ വൺ CEO ഉൾപ്പെടെയുള്ളവർ അതിഥികളായും എത്തി. ഒരു വർഷത്തിനിടെ സൗദി ഭരണകൂടത്തിന്റെ 3ാമത്തെ മെഗാ ഇവന്റിലാണ് മീഡിയ വൺ പങ്കാളിയാകുന്നത്. സൗദി ഭരണകൂടത്തിന്റെ സുപ്രധാനമായ മുഴുവൻ പരിപാടികളിലും മാധ്യമ പങ്കാളിയാകാറുള്ള മീഡിയ വൺ ഗെയിൻ സമ്മിറ്റിലും ഇത്തവണ മാധ്യമ പങ്കാളിയാണ്. വരുന്ന 3 ദിനങ്ങളിലും ഗെയിൻ സമ്മിറ്റിലെ വിശേഷങ്ങളുമായി മീഡിയ വൺ ഉണ്ടാകും. സൗദിയിലെ ഡാറ്റ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി അഥവാ SDAIA ആണ് ഗെയിൻ എന്ന് പേരിട്ട ആഗോള AI സമ്മേളനത്തിന്റെ സംഘാടകർ. അതോറിറ്റിയുടെ നേരിട്ടുള്ള ക്ഷണത്തിൽ മീഡിയ വൺ CEO റോഷൻ കക്കാട്ട്, മിഡിൽ ഈസ്റ്റ് മാനേജർ സൊവാബ് അലി എന്നിവർ അതിഥികളായി എത്തി. ഒരു വർഷത്തിനിടെ മീഡിയ വണ്ണിന്റെ സൗദിയിലെ 3ാമത്തെ സർക്കാർ പങ്കാളിത്ത ഇവന്റാണ് ഇത്. സൗദി അറേബ്യയിൽ മാത്രമല്ല ഗൾഫിൽ മീഡിയ വൺ വഹിക്കുന്ന ഒരു പങ്ക്. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു വിഷ്വൽ മീഡിയ ലൈസൻസോട് കൂടിയുള്ള ഒരേ ഒരു വിഷ്വൽ മീഡിയയാണ് മീഡിയ വൺ. സൗദി ഗവൺമെൻറ് വിഷൻ 2030യുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള പല സ്ട്രാറ്റജിക് പ്രൊജക്റ്റുകളിലും എക്സിബിഷൻസിലും മീഡിയ ഇന്ത്യൻ കോണ്ടിനെൻറ്റിലും അതുപോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കണക്ട് ചെയ്യുന്നതിൽ വളരെ സിഗ്നിഫിക്കൻ്റായ ഒരു റോളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 വർഷമായിട്ടുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് അത് വേൾഡ് എക്കണോമിക് ഫോറം പോലുള്ള ഒരു ഗ്ലോബൽ ഇവൻ്റാണ്. 2000ഓളം സ്പീക്കേഴ്സ് 2000ഓളം CEOs വന്ന് സംസാരിക്കുന്ന ഒരു ഫോറമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടന്ന ഫോമെക്സ് ഫ്യൂച്ചർ ഓഫ് മീഡിയ എക്സിബിഷൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ AI നെറ്റ്വർക്ക്, ഇതുപോലുള്ള സൗദി ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ ഇനിഷ്യേറ്റീവ്സിനും മീഡിയ പാർട്ണർ എന്ന നിലക്ക് സൗദി അത്രത്തോളം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെയും ആ ഒരു പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെയും ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റിയെയും ഇന്ത്യൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കണക്ട് ചെയ്യുന്നതിൽ മീഡിയ വൺ വഹിക്കുന്ന പങ്ക് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മീഡിയ വൺ ഇതുപോലൊരു അവസരം കിട്ടുന്നത്. അതോറിറ്റി വക്താവ് മാജിദ് അൽ ഷഹരിയും മീഡിയ വണ്ണിന്റെ പങ്കാളിത്തത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. Yes, first of all I would like to welcome One Media and I would like to greet our viewers from the Indian nationals and viewers who are interested to know more about what's happening in Saudi Arabia. So today in the Global AI Summit GAIN 24 we are happy to host people from more than 100 countries. ഇന്ത്യയിൽ നിന്നുള്ള ശക്തമായ സാന്നിധ്യമായി സൗദിയിൽ മീഡിയ വണ്ണിന് മാറാൻ കഴിഞ്ഞതായി വാൻ ഇൻഫ്ര MD മക്തൂം മുഹമ്മദും പറഞ്ഞു. Fantastic. In fact, I never expected Media One has got such a large team. I knew that Media One has a team here, but to know that to have a
separate bureau here, and also in all the GCC countries, and to be organized like this, and then also to only one an Indian media company to be presented here, fantastic achievement. And also I must thank and appreciate the entire management team for managing it so beautifully. It is like being in one country compared to being in multiple locations, and then managing it so beautifully and then making a presence felt. That is like really awesome. Congratulations and the entire team. നേരത്തെ FII ഫോമെക്സ് വേദികളിലും പങ്കാളികളായ മീഡിയ വൺ സൗദിയിലെ വരാനിരിക്കുന്ന പരിപാടികളിലും പങ്കാളികളാകാനുള്ള ശ്രമത്തിലാണ്. സഹൽ ആപ്പിൽ താൽക്കാലിക താമസരേഖ പുതുക്കുന്നതിനുള്ള സേവനം ആരംഭിച്ച് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. ഫാമിലി വിസകളും ഗാർഹിക വിസകളും താൽക്കാലികമായി പുതുക്കുന്നതിനുള്ള സേവനമാണ് ഓൺലൈനായി ആരംഭിച്ചത്. ഇതോടെ റെസിഡൻസി അഫയേഴ്സ് സെക്ടർ സന്ദർശിക്കാതെ തന്നെ അപേക്ഷകർക്ക് ഇടപാടുകൾ പൂർത്തിയാക്കാൻ കഴിയും. ചൈനയിൽ നിർമ്മിച്ച 2 LNG കപ്പലുകൾ ഖത്തർ എനർജി ഉദ്ഘാടനം ചെയ്തു. റെക്സ് ടില്ലേഴ്സൺ, ഉമ്മു ഗുവൈലിന എന്നീ പേരുകളിലാണ് LNG വാഹക കപ്പലുകൾ പുറത്തിറങ്ങുന്നത്. ഹുഡോങ് യോങ് ഹുവയാണ് കപ്പൽ നിർമ്മിച്ച് കൈമാറിയത്. ആകെ 12 കപ്പലുകൾ നിർമ്മിക്കാനായിരുന്നു കരാർ. ഇതിൽ ആദ്യ ബാച്ചാണ് ഇപ്പോൾ ഖത്തർ എനർജിക്ക് ലഭ്യമായത്. മുൻ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും എക്സോൺ മൊബൈൽ മുൻ ചെയർമാനുമായ റെക്സ് ടില്ലേഴ്സിന്റെ പേരിലാണ് ആദ്യ കപ്പൽ. ഊർജ്ജ മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിലെ സേവനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായാണ് പുതിയ LNG കപ്പലിന് ഖത്തർ എനർജി ടില്ലേഴ്സിന്റെ പേര് നൽകുന്നത്. ഖത്തറിലെ പ്രധാന സ്ഥലമായ ഉംഗുവൈലിനയുടെ പേരിലാണ് രണ്ടാമത്തെ കപ്പൽ അറിയപ്പെടുക. ഷാങ്ഹായിലെ ഷിപ്പ്യാർഡിൽ നടന്ന ചടങ്ങിൽ ഖത്തർ ഊർജ്ജ സഹമന്ത്രിയും ഖത്തർ എനർജി CEOയുമായ സാദ് ഷെരീദ അൽകാബി, ചൈന ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജിയ ഹയിങ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം 6 കപ്പലുകളുടെ കൂടി നിർമ്മാണത്തിന് ഖത്തർ എനർജി ചൈനീസ് കമ്പനിയുമായി കരാറിൽ ഒപ്പുവെച്ചിരുന്നു. മീഡിയ വൺ, ദോഹ. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദിന്റെ സാന്നിധ്യത്തിൽ മുംബൈയിൽ നടന്ന സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ലുലു ഗ്രൂപ്പ് മേധാവി MA യൂസുഫ് അലിയും. ഇന്ത്യയിലെ ഭക്ഷ്യ സംസ്കരണ രംഗത്ത് വൻ തുകയുടെ മുടക്കുമുതൽ നടത്താൻ ലുലു ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈദരാബാദ് ഹൌസിൽ അബുദാബി കിരീടാവകാശിക്ക് പ്രധാനമന്ത്രി മോദി നൽകിയ വിരുന്നിലും യൂസുഫ് അലി പങ്കെടുത്തിരുന്നു. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബിനെ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു. സംഘടനയുടെ ഭാവി പരിപാടികൾ ഭാരവാഹികൾ അംബാസഡറോട് വിശദീകരിച്ചു. എംബസി സെക്കൻഡ് സെക്രട്ടറി ഇജാസ് അസ്ലം പങ്കെടുത്തു. സൗദിയിൽ ഹറമൈൻ ട്രെയിൻ പ്രവർത്തിപ്പിക്കുന്നതിന് യുവാക്കൾക്ക് പരിശീലനം നൽകുന്നതിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഹറമൈൻ ട്രെയിൻ കണ്ടക്ടർ എന്ന പേരിലാണ് പരിശീലന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. സൗദി റെയിൽവേ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പരിശീലനം നൽകുന്നത്. മക്ക, മദീന പുണ്യനഗരികളെ ബന്ധിപ്പിക്കുന്ന ഹൈസ്പീഡ് മെട്രോയാണ് ഹറമൈൻ മെട്രോ. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനാവശ്യമായ തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശീലനം. സൗദി റെയിൽവേ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെർബിന് കീഴിലാണ് പരിശീലന പരിപാടികൾ. ഇന്നു മുതൽ സെപ്റ്റംബർ 23 വരെ സെർബിന്റെ വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. 3 മാസം ഇൻസ്റ്റിറ്റ്യൂട്ടിലും 9 മാസം പ്രായോഗിക പരിശീലനം ഹറമൈൻ പദ്ധതിയുടെ സൈറ്റുകളിലുമാണ് നൽകുക. സ്റ്റൈഫൻഡായി പരിശീലന സമയത്ത് 4000 സൗദി റിയാൽ ലഭിക്കും. സൗദി പൗരന്മാർക്ക് മാത്രമേ ഇതിൽ അപേക്ഷിക്കാനാകൂ. ഹൈസ്കൂൾ 70% ഗ്രേഡോടെ പൂർത്തിയാക്കിയിരിക്കണം. 35 വയസ്സിൽ പ്രായം കൂടരുത്. അഭിമുഖത്തിൽ വിജയിക്കണം എന്നിവയാണ് പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ഹറമൈൻ മെട്രോയിലോ അനുബന്ധ സ്ഥാപനങ്ങളിലോ ജോലിയിൽ പ്രവേശിക്കാം. 8000 മുതൽ മുകളിലോട്ടാണ് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ശമ്പളമായി ലഭിക്കുക. മീഡിയ വൺ, ജിദ്ദ. ദുബായ് എമിറേറ്റിലെ വാഹന പരിശോധനാ കേന്ദ്രങ്ങളിൽ മുൻകൂറായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യമൊരുക്കി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. ഹിസൈസ്, അൽബർഷ എന്നിവിടങ്ങളിലെ തസ്ജീൽ സെന്ററുകളിലാണ് ബുക്കിംഗ് സംവിധാനം. റോഡ് ഗതാഗത അതോറിറ്റിയുടെ സ്മാർട്ട് ആപ്പ് വെബ്സൈറ്റ് മുഖേന സേവനങ്ങൾക്കായി ബുക്ക് ചെയ്യാം. തിരക്കേറിയ സമയങ്ങളിൽ വാഹന ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്ക് മുന്നിൽ നീണ്ട നേരം വരി നിൽക്കുന്നത് ഒഴിവാക്കാൻ പുതിയ സംവിധാനം സഹായകമാകും. മുൻകൂറായി ബുക്ക് ചെയ്യാതെ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ എത്തുന്നവരിൽ നിന്ന് 100 ദിർഹം ഈടാക്കും. റിന്യൂവൽ, രജിസ്ട്രേഷൻ, നമ്പർ പ്ലേറ്റ് പരിശോധനകൾക്ക് മുൻകൂർ ബുക്കിംഗ് ബാധകമാണ്. വാഹന പരിശോധനാ സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനാണ് പുതിയ സംരംഭം രൂപകൽപ്പന ചെയ്തത്. ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് മുൻകൂർ ബുക്കിംഗ് നടത്തേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പരീക്ഷണാടിസ്ഥാനത്തിൽ 2 കേന്ദ്രങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതി വിജയിച്ചാൽ മറ്റു കേന്ദ്രങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. അതോടൊപ്പം കൂടുതൽ കാര്യക്ഷമമായ സ്മാർട്ട് സംവിധാനങ്ങളും നടപ്പാക്കാനാണ് RTA തീരുമാനം. മീഡിയ വൺ, ദുബൈ.
റിയാദിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പേ പാർക്കിംഗ് പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ പേയ്മെന്റ് മെഷീനുകൾ സ്ഥാപിച്ചു. സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന 60-ലേറെ മെഷീനുകളാണ് വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചത്. നഗരത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ പേ പാർക്കിംഗിന് തുടക്കം കുറിച്ചിരുന്നു. നഗരത്തിൽ തുടക്കം കുറിച്ച പേ പാർക്കിംഗ് പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി വരുന്നതായി നഗരസഭ വ്യക്തമാക്കി. 60-ലേറെ പേയ്മെന്റ് മെഷീനുകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പുതുതായി സ്ഥാപിച്ചു. സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നവയാണ് മെഷീനുകൾ. 180-ലേറെ സൈൻ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 2000-ലേറെ പാർക്കിംഗുകളാണ് ആദ്യഘട്ടത്തിൽ പേ സംവിധാനത്തിലേക്ക് മാറ്റിയത്. എന്നാൽ ജനവാസ മേഖലയിൽ സ്ഥിരതാമസക്കാർക്കായി പ്രത്യേക പാർക്കിംഗുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനായി 1700-ലേറെ സൌജന്യ പാർക്കിംഗുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ പുറമേ നിന്നുള്ളവർ പാർക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേക ലൈസൻസുകൾ അനുവദിക്കും. റിയാദ് പാർക്കിംഗ് ആപ്പ് വഴിയാണ് വാഹന ഉടമകൾക്ക് അനുമതി ലഭിക്കുക. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പാർക്കിംഗ് സൌജന്യമാണ്. അടുത്ത മാസം മുതലാണ് പണം ഈടാക്കി തുടങ്ങുക. പബ്ലിക് പാർക്കിംഗുകൾ വ്യവസ്ഥാപിതമാക്കുക, ക്രമരഹിതവും തെറ്റായതുമായ പാർക്കിംഗുകൾ തടയുക, നഗരത്തിലെ ജീവിത നിലവാരം ഉയർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലൂന്നിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മീഡിയ 1 റിയാദ്. കുവൈത്തിൽ കടലിലെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നതും മത്സ്യബന്ധനം നടത്തുന്നതും കപ്പലോടിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. അക്കാസ് പ്രദേശം, ജാബിർ പാലത്തിന്റെ ആരംഭം മുതൽ റാസ് ആഷിർജ് വരെയുള്ള പ്രദേശം, ഹൈഷാൻ, ദോഹ, സുലൈബിഖാത്ത് എന്നിവിടങ്ങളിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നിരോധനം ഏർപ്പെടുത്തിയ സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്ന് പൌരന്മാരോടും പ്രവാസികളോടും കോസ്റ്റ് ഗാർഡ് അഭ്യർത്ഥിച്ചു. റോഡിലൂടെയുള്ള വിമാനങ്ങളുടെ യാത്ര കൌതുകമാവുകയാണ് സൌദിയിൽ. റിയാദ് ബോളിവാഡിലെ വിനോദ പദ്ധതികൾക്കായാണ് ബോയിംഗ് വിമാനങ്ങൾ റോഡ് മാർഗം കൊണ്ടുപോകുന്നത്. ഇതിന്റെ മനോഹരമായ ചിത്രം പകർത്തുന്നവർക്ക് ആഡംബര കാർ സമ്മാനമായി നൽകുമെന്നും സൗദി എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചു. സോഷ്യൽ മീഡിയയിലെങ്ങും നിറഞ്ഞിരിക്കുകയാണ് സൌദിയിലെ നടുറോഡിലൂടെയുള്ള ഈ വിമാനയാത്ര. ബോയിംഗ് 777, ബോയിംഗ് 474 വിമാനങ്ങളാണ് ജിദ്ദയിൽ നിന്നും റോഡ് മാർഗം റിയാദിലേക്ക് കൊണ്ടുപോകുന്നത്. വിമാനത്തിന്റെ ചിറകുകൾ അഴിച്ചുമാറ്റി 78 ചക്രങ്ങളുള്ള ഭീമൻ ട്രെയിലറുകളിലാണ് വിമാനങ്ങൾ യാത്ര ചെയ്യുന്നത്. 5ാമത് റിയാദ് സീസണിന്റെ ഭാഗമായി ബോളിവാഡ് റൺവേ എന്ന പേരിൽ വിനോദ പരിപാടികൾക്കാണ് ഇത് ഉപയോഗിക്കുക. അൽ മജ്ദൂയി ലോജിസ്റ്റിക് കമ്പനിയാണ് വിമാനങ്ങൾ റിയാദിലെത്തിക്കുന്നത്. ട്രെയിലറിൽ വിമാനങ്ങൾ സ്ഥാപിക്കുന്നതിനായി 3 ദിവസങ്ങൾ വേണ്ടിവന്നു. ഹെവി ട്രാൻസ്പോർട്ടിലെ വിദഗ്ധരുടെയും എഞ്ചിനീയർമാരുടെയും നേതൃത്വത്തിലാണ് വിമാനങ്ങൾ റോഡ് മാർഗം റിയാദിലെത്തിക്കുന്നത്. വൈദ്യുതി ലൈനുകൾ, ട്രാഫിക് ക്യാമറകൾ, സൈൻ ബോർഡുകൾ എന്നിവ യാത്രയ്ക്ക് വെല്ലുവിളികളാണ്. ഇതിനായി പ്രത്യേക സംഘത്തെ നിശ്ചയിച്ച് റോഡുകൾ ക്ലിയർ ചെയ്താണ് യാത്ര മുന്നോട്ടു പോകുന്നത്. വിമാനങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ മികച്ച ചിത്രങ്ങളും വീഡിയോകളും പകർത്തുന്നവർക്ക് അത്യാഡംബര കാർ സമ്മാനം നൽകുന്ന മത്സരവും സംഘടിപ്പിക്കുകയാണ് സൗദി എന്റർടൈൻമെന്റ് അതോറിറ്റി. ബോളിവാർഡിൽ ഏറ്റവും വലിയ വിനോദ പരിപാടിയുടെ പ്രമോഷനും കൂടിയാവും മത്സരം. 18 വർഷം സർവീസിന് ഉപയോഗിച്ച് ഒഴിവാക്കിയ സൗദി എയർലൈൻസിന്റെ വലിയ വിമാനങ്ങളാണിവ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശൈത്യകാല വിനോദ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് റിയാദ്. ഇതിന്റെ ഭാഗമായാണ് അത്യാഡംബര റെസ്റ്റോറന്റുകളും ഷോപ്പിംഗ് ഏരിയകളും വിനോദ പരിപാടികളും വിമാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. ഇതിനായി 5 വിമാനങ്ങളാണ് സൗദി എയർ ഏവിയേഷൻ എന്റർടൈൻമെന്റ് അതോറിറ്റിക്ക് നൽകിയിട്ടുള്ളത്. മീഡിയ 1 ജിദ്ദ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഖത്തറിലെ വനിതാ കൂട്ടായ്മയായ നടുമുറ്റം ഖത്തർ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചു. തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമായിരിക്കണമെന്നും നീതിയുടെ കാര്യത്തിൽ വിവേചനം പാടില്ല എന്നും ചർച്ചാ സദസ്സ് ആവശ്യപ്പെട്ടു. ലോക കേരള സഭാംഗം ഷൈനി കബീർ, റേഡിയോ മലയാളം സിഇഒ അൻവർ ഹുസൈൻ, KMCC ഖത്തർ വിമൻസ് ജനറൽ സെക്രട്ടറി സലീന കോലോത്ത, വിമൻ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ത്വയ്ബ അർഷദ് തുടങ്ങിയവർ സംസാരിച്ചു. നടുമുറ്റം പ്രസിഡന്റ് സന നസീം സ്വാഗതവും ലതാകൃഷ്ണ നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തൽ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. റിയാദിൽ നടന്ന GCC ഇന്ത്യ യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. അബുദാബിയിലെത്തിയ ബഹ്റൈൻ രാജാവുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ കൂടിക്കാഴ്ച നടത്തി. സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ബഹ്റൈൻ രാജാവ് UAEയിലെത്തിയത്. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമ്മദ് എന്നിവരും സന്നിഹിതരായിരുന്നു. മേഖലയുടെ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംയുക്ത നടപടികൾക്ക് ഇരു രാജ്യങ്ങളും നേരത്തെ ധാരണയിലെത്തിയിരുന്നു. കൊയിലാണ്ടി താലൂക്ക് അസോസിയേഷൻ കുവൈത്ത് വിദ്യാഭ്യാസ സഹായങ്ങൾ വിതരണം ചെയ്തു. ഉയരെ 2024 എന്ന തലക്കെട്ടിൽ നടന്ന പരിപാടി മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സനു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിജിൽ കീഴരിയൂർ മന്ത്രിയിൽ നിന്ന് ഫണ്ട് ഏറ്റുവാങ്ങി. ഉപരിപഠനത്തിന് സാമ്പത്തിക പ്രയാസം നേരിടുന്ന കുട്ടികളെ സഹായിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ദിലീപ് അരയടത്ത് വിശദീകരിച്ചു. ജഗത് ജ്യോതി, സിത്താര ജഗത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കണക്കിലെടുക്കാതെ ലോകത്തെവിടെയും ഇനി വികസനം സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഗ്രീൻ ഹൌസ് ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉദ്ഘാടനം ചെയ്ത ശേഷം വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം തന്റെ തലമുറയിലോ മക്കളുടെ തലമുറയിലോ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ അതിന്റെ ഭവിഷ്യത്തുകൾ പ്രളയമായും വയനാട്ടിലും മറ്റും സംഭവിച്ച ഉരുൾപൊട്ടൽ ദുരന്തമായും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ മുന്നിൽ കാണാതെ ഒരു വികസനവും ലോകത്തെവിടെയും ഇനി സാധ്യമല്ല. Only after considering climate change, you can think about the development or the future plans. So we have to study what is happening. For example, the landslide. You have to make a map, prone area mapping. Where are the places for landslide susceptibility? What is the capacity of the soil to contain water? പരിസ്ഥിതിയും സുസ്ഥിരതയും ആദ്യമായി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയ ഹാബിറ്റാറ്റ് സ്കൂളിനെ പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. സ്കൂൾ ഹരിതാഭമാക്കാൻ മുന്നിൽ നിന്ന ഫാമിംഗ് അധ്യാപകർ മുതൽ തോട്ടം തൊഴിലാളികൾ വരെയുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബാലാറെഡ്ഡി അമ്പാട്ടി, റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മൊഹ്യുദ്ദീൻ, MD ഡോക്ടർ അൻവർ അമീൻ, ഗ്രാൻഡ് ഗ്രീൻ ഗ്ലോബൽ മേധാവി റാഷിദ് മമ്മുഹാജി, ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് MD ഷംസുസമാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 അജ്മാൻ. ബഹ്റൈൻ സെയിന്റ് പോൾസ് മാർത്തോമ പാരിഷ് 18ാമത് ഇടവക ദിനം ആചരിച്ചു. അടൂർ ഭദ്രാസനാധ്യക്ഷൻ ഫാദർ മാത്യൂസ് മാർ സെറാഫിം മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ മാത്യു ചാക്കോ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായി. എബി വർഗീസ്, ജിജു കെ ഫിലിപ്പ്, ജോൺ തോക്കാടൻ, അനീഷ് സി മാത്യു എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റ് കേരള ഇസ്ലാമിക് കൌൺസിൽ സിൽവർ ജൂബിലി സമാപന സമ്മേളനം സംഘടിപ്പിക്കും. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലാണ് സമ്മേളനം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കുവൈത്തിൽ സിൽവർ ജൂബിലിയുടെ ഭാഗമായി 25 മാസം നീണ്ടുനിന്ന 25 കർമ്മ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ ഭൂരിഭാഗവും പൂർത്തീകരിച്ചതായി സംഘാടകർ അറിയിച്ചു. വിവാഹ പദ്ധതി, ആംബുലൻസ് സമർപ്പണം, ഭവന നിർമ്മാണ സഹായം തുടങ്ങിയ പദ്ധതികൾക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ മുസ്ലിയാർ, അൻവർ മുഹീദ്ദീൻ ഉദവി എന്നിവർ മുഖ്യാതിഥികളാകും. വാർത്താ സമ്മേളനത്തിൽ ഷംസുദ്ദീൻ ഫൈസി, അബ്ദുൽ ഗഫൂർ, ആബിദ് ഫൈസി, ES അബ്ദുറഹ്മാൻ ഹാജി, മുനീർ പരിമുഖം എന്നിവർ പങ്കെടുത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില പരിശോധിക്കാം. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 49 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 46 ഡിഗ്രി സെൽഷ്യസ്.